പാലക്കാട് ഗോവിന്ദപുരം അംബേദ്കർ കോളനി നിവാസികൾ വോട്ട് ബഹിഷ്കരിക്കും. സുരക്ഷിതമായി വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്ന് കോളനി നിവാസികൾ പറഞ്ഞു. ഇന്നലെ കോളനിയിൽ കയറി അക്രമം നടത്തിയവരെ അറസ്റ്റ് ചെയ്യണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. സാജിദ് അജ്മൽ നൽകും കൂടുതൽ വിവരങ്ങൾ. ഗോവിന്ദപുരം അംബേദ്കർ കോളനിയിൽ ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ ഈ അംബേദ്കർ കോളനിയിലെ ഏറെക്കുറെ മുഴുവൻ ആളുകളും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും വളരെ വികാര നിർഭരമായ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഈ വെട്ടേറ്റ ശിവരാജൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട്, ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ഇത്തിരി വേദനയുണ്ട്, അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഞങ്ങളിപ്പോൾ വെൽ പ്ലാനഡാണ് അവർ ചെയ്തത്. ഞങ്ങൾ കൊടുവളൊക്കെ കൊണ്ടുവരും ഞങ്ങൾ വിചാരിച്ചില്ല. ഇതുവരെ അങ്ങനെ ഒരു സംഭവം കോളനിയിൽ നടന്നിട്ടില്ല. 10-20 കൊല്ലം മുമ്പ് സംഭവം ഇതുവരെ അങ്ങനെ ഒരു നടന്നിട്ടില്ല. ഇത് പെട്ടെന്ന് ഒരു കൊടുവാളും അടുവാളും എല്ലാം പെണ്ണുങ്ങൾ ആണുങ്ങൾ കുട്ടികളും ഒന്നും നോക്കിയില്ല. അവർ എല്ലാവരും തല്ലിയിട്ടുണ്ട്. ഇതാ അവർ നോക്കി, ഇപ്പോൾ ചെറിയ കുട്ടികൾ എൻ്റെ ഭാര്യയും നോക്കി അവർ ലിവർ കൊണ്ട് തല്ലിയിട്ട് ലിവർ കൊണ്ട് തല്ലിയിരിക്കുകയാണ്. അവർ ഒരു ആളിനും വിട്ടില്ല. അവർ ടാർഗറ്റാണ്. അവരെ നമ്മൾ രാഷ്ട്രീയമായിട്ട് ഇത് കാണരുത്. ജനങ്ങളോട് மகனை போட்டு அடுக்கிறதுக்கு போக முடியும், ஒரு அப்பனை போட்டு அடிச்சிருக்குது பாருங்க. ஒரு பெத்த தாய் மகன் அடிக்கிற போது பார்த்துட்டு இருக்க முடியுமாமா? ஒரு கண்ணு போட்டு மொத்தம் அவருக்கான சப்போர்ட். ஆமா, நான் 3 மணி நேரம் 4 மணி நேரம் கழிச்சு போலீஸ்காரர் கொல்லங்கோட்டில இருந்து வர்றது ஒரு 1/4 மணி நேரத்துல வந்துருவாங்கம்மா. அப்படியே 4 மணி நேரம் வந்து கூட எங்க பண்ண எனக்கு தெரியுமா? வார்டு நம்பர் வீட்டுக்கு தான் போனாங்கம்மா. அங்கிருந்து வந்து இப்ப எதுக்கு சாரே வந்திருக்கிறோன்னா நாங்க எங்க சபைக்கு தான் வர முடியும், நீங்க சொன்ன மாதிரி வர முடியாது அப்படின்ட்டாங்க. அப்ப நாங்க முடியாது, நீங்க எடுக்கவே வேண்டாம், நாங்க எங்கேயும் நாங்க ஏழமாக்க சாகட்டு, நீங்க வர வேண்டாம்னு சொல்லிட்டு எங்களுக்கு கொல்லங்கோட போலீஸ்காரர் வேண்டாம். அந்த அவங்க வந்தாங்கன்னா எங்களுக்கு வெட்டு குத்தி தான் வருமா. ഈ പോലീസ് അവരെ സഹായിക്കുന്നു, നിങ്ങൾ മർദ്ദിച്ചവരെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. எங்களுக்கு இல்லமா போலீஸ் எல்லாம் அவங்களுக்கு தான் போலீஸ், வார்டு நம்பருக்கு தான் போலீஸ். ഇതിപ്പോ ഈ നിങ്ങളെ ബോധപൂർവ്വം നേരത്തെയുള്ള ഈ ജാതി വിവേചനത്തിന്റെ ഭാഗമായിട്ട് തന്നെ മർദ്ദിച്ചതാണോ? ഉള്ള ഒരു സംഭവത്തിന് വെച്ചാണ് ഞങ്ങളിങ്ങനെ അവർ ചെയ്തത്, കൽപ്പിച്ച് ഞങ്ങളിങ്ങനെ ചെയ്തത്. പിള്ളേരിന് ചെറിയ പിള്ളേരിനൊക്കെ തല്ലി ഞങ്ങളിനൊക്കെ പിടിച്ച് തല്ലിയത്. ഇതൊക്കെ കൗണ്ടർ മകൻ ചെയ്ത പണിയാണ്. അവർ പറയേണ്ട അവരങ്ങനെ ചെയ്യില്ല. അവർ രണ്ടാല് ഇന്നലെ അവർ ഫുള്ളായിട്ട് വെള്ളടിച്ചിരിക്കണോ. ഞാൻ എൻ്റെ മകനാണ്, എനിക്ക് 5 മകനാണ്. ഞാൻ പനിക്ക് പോയിട്ട് വന്നിട്ട് 5:30 പോകുമ്പോൾ പിന്നെ തല്ലി. അപ്പം ഞങ്ങൾ ഓടി. ഏതായാലും നമ്മൾ തടുക്കാനും നമ്മൾ നിന്നിട്ട് നോക്കാൻ പറ്റില്ലല്ലോ. പോയി ഇവനെ പിടിച്ചിങ്ങനെ ഞങ്ങൾ വലിക്കുമ്പോൾ എന്നെ ശിവരാജൻ നേരത്തെ അവിടുത്തെ ഈ ജാതി പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് സജീവമായി ഇടപെട്ടിരുന്നു. അപ്പൊ ഇതിനു മുമ്പ് ഇങ്ങനെ ഭീഷണി ഉണ്ടായിട്ടുണ്ടോ? ഈ 2 കൊല്ലമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒതുങ്ങി പോയതാണ്. അവർ ദിവസവും ശല്യപ്പെടുത്തും. ഞങ്ങൾ പ്രശ്നം വേണ്ട 7-8 കേസുകൾ ഇവർ ആൾറെഡി നമ്മുടെ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയും കേസുകൾക്ക് വേണ്ടിയാണ് അവർ വിളിച്ചു പോകുന്നത് പറഞ്ഞിട്ട് ഞങ്ങൾ മാറി പോവാണ്. ഈ പ്രാവശ്യം അവർ ചെയ്തത് കണക്ക് കൂട്ടിയാണ്. കോൺഗ്രസ്സുകാരനെ തല്ലുകയാണെങ്കിൽ അങ്ങനെയാണ് പുറമെ പറയണത്. കോൺഗ്രസ്സുകാരനെ തല്ലുകയാണെങ്കിൽ എൻ്റെ ഒപ്പം കോൺഗ്രസ്സുകാർ മറ്റുള്ള വിഭാഗത്തുകാർ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ചക്ലിമാർ മാത്രമല്ല, എല്ലാവരും ഉണ്ടായിരുന്നു. അവർ സ്പെസിഫിക്കായിട്ട് തല്ലിയത് ഞങ്ങൾ മാത്രമാണ് തല്ലിയത്. വേറെ ഒരാൾക്കും പറിക്കില്ല, ഒരാൾക്കും ഒന്നും ചെയ്തില്ല. അവർ വെൽ പ്ലാനഡാണ്. കറണ്ട് ഓഫ് ആക്കിയിട്ട് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തതാണ്. എല്ലാവരും എനിക്ക് വേണ്ടി വന്ന് ഉള്ളിൽ വിട്ട എന്നെ പിടിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. ഇവർക്കും എല്ലാവർക്കും പരിക്കേറ്റത്. ഇവർ പ്ലാനഡ് ചെയ്താണ്. ഇവർ രാധാകൃഷ്ണൻ ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ മകനും അദ്ദേഹമാണ് ഇത്രയ്ക്കും കാരണക്കാർ അവരാണ്. അവർ 2 പേർ. സാജിദ് അജ്മലാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.